അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആശാ വർക്കർമാരുടെ വേതന വർധന, അവർക്ക് ഓണറേറിയം വർധനയാണ് വേണ്ടത്. അതാണ് അവർ ആവശ്യപ്പെടുന്നത്. സമരം 31-ാം ദിവസത്തിലാണ്. പ്രതിപക്ഷം ഇപ്പോൾ ഈ സമരം പാർലമെന്റിൽ വിഷയം ഉന്നയിച്ച രീതിയിൽ, പാർലമെന്റിന് പുറത്തുള്ള പ്രതിഷേധം എന്ന രീതിയിലൊക്കെ നടത്തി. അതിനുശേഷം ഇന്ന് ധനമന്ത്രിയെ കാണുകയും ചെയ്തിരിക്കുന്നു. കേന്ദ്ര ധനമന്ത്രിയിൽ നിന്നും ഉറപ്പ് ലഭിച്ചു എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയും ഇന്ന് അനൌദ്യോഗിക കൂടിക്കാഴ്ചകൾ കേരളവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ചയിൽ വന്നു എന്ന് കേൾക്കുന്നു. പക്ഷേ ആശാ വർക്കർമാരുടെ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് പുറത്തേക്ക് അറിയുന്നത്. അതേക്കുറിച്ച് പൂർണ്ണമായും അവ്യക്തത എന്നുള്ള പ്രതികരണത്തെ എങ്ങനെയാണ് പ്രതിപക്ഷം കാണുന്നത്? സ്മൃതി, ഈ വിഷയം നമ്മൾ സജീവമായി ചർച്ച ചെയ്യുന്ന സാഹചര്യം നമുക്കറിയാം. കേരളത്തിലെ ഈ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതവുമായി വളരെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആശാ തൊഴിലാളികൾ, അവർ ഒരു മാസത്തിലേറെ കാലമായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് സമരത്തിലാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ വളരെ കൃത്യമാണ്. അവരുടെ ഓണറേറിയം അത് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാൻ കഴിയുന്ന വിഷയമാണ്. സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാൻ കഴിയുന്ന, പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ നിങ്ങൾ അടിയന്തരമായി തീരുമാനമെടുക്കണം. നേരെ മറിച്ച് കേന്ദ്രത്തിന് ഇതിൽ ഉത്തരവാദിത്വമൊന്നുമില്ലാതെ ഈ സമരക്കാർ എവിടെയും പറഞ്ഞിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിന് ഇതിൽ റോളുണ്ട്. അത് ആര് നിർവഹിക്കണം? അത് നിർവഹിക്കേണ്ടത് ഈ സമരക്കാരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രി പറയുന്നുണ്ടല്ലോ, ഡൽഹിയിൽ പോയി സമരം നടത്തിക്കോ, ഞാനും കൂടെ വന്നിരിക്കാം എന്നാണ്. ഡൽഹിയിൽ പോയി സമരം നടത്തി കേരളത്തിന് കിട്ടേണ്ടുന്നത് വാങ്ങേണ്ട ഉത്തരവാദിത്വം ഈ സാധാരണ പാവപ്പെട്ട മനുഷ്യരുടെ തലയിൽ നമുക്ക് കെട്ടിവെക്കാൻ കഴിയുമോ? കഴിയില്ലല്ലോ. അങ്ങനെ കേന്ദ്രം ഇവർ പറയുന്നത് പോലെ ഒരു പണം ഇവർക്ക് നൽകാനുണ്ട് എങ്കിൽ ലഭിക്കുന്ന ആദ്യത്തെ അവസരത്തിൽ, സ്മൃതി, അത് ചോദിച്ചു വാങ്ങേണ്ട ഉത്തരവാദിത്വം കേരളത്തിനല്ലേ? അതിനല്ലേ കേരളത്തിന്റെ ഒരു പ്രതിസന്ധിയുടെ കാലത്തും നമ്മൾ ചെല്ലും ചെലവും കൊടുത്ത് എടുത്താൽ പൊങ്ങാത്ത ചെലവ് സഹിച്ച് കേരളത്തിൽ കൊണ്ടുപോയിരുത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഒരു ചർച്ച നടന്നു, പുറത്തു വന്നിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ആ ചോദ്യം ചോദിക്കുന്ന സാഹചര്യം എന്താണ്? 31 ദിവസമായി പകലിലെ പൊരിവെയിലത്തും വൈകുന്നേരത്തെ മഴയത്തും ഇത്ര ആയിരക്കണക്കിന് തൊഴിലാളികൾ അവിടെ സമരം നടത്തുമ്പോൾ ഈ വിഷയം ഇന്നത്തെ നിങ്ങളുടെ ചർച്ചയിൽ വന്നിട്ടുണ്ടോ എന്ന് ആ മനുഷ്യനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി പുട്ടുണ്ടായിരുന്നു, കടലുണ്ടായിരുന്നു, കടലക്കറിക്ക് നല്ല എരിവുണ്ടായിരുന്നു. ഇതൊക്കെ ഒരുതരം പരിഹാസമാണ്, ഇതൊരുതരം അഹങ്കാരമാണ്. ഇവരുടെ സമരത്തെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നില്ല എന്ന ധിക്കാരം പിണറായി സർക്കാരിനെ നയിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ CPM-ന്റെ പ്രതിനിധി അദ്ദേഹം പറഞ്ഞല്ലോ, മറ്റ് സംസ്ഥാനങ്ങളിൽ സമരം നടക്കുന്നുണ്ട്, ആ സമരങ്ങൾക്ക് ഞങ്ങൾ കൂടി നേതൃത്വം കൊടുത്തവരാണ്. ശരിയാണ്. തൊട്ടടുത്ത കർണാടകയിൽ ഇക്കഴിഞ്ഞ ജനുവരി 7-ാം തീയതി ആശാ വർക്കർമാർ സമരം ആരംഭിച്ചു. 9-ാം തീയതി അവരുടെ ആരോഗ്യമന്ത്രി ചർച്ച നടത്തി. 10-ാം തീയതി ആ സമരം അവസാനിച്ചു. ആ സമരത്തിന് നേതൃത്വപരമായി പങ്കുവഹിച്ചത് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആണ്, AITUC ആണ്, CPI-യുടെ ആശാ വർക്കർമാർക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പോൾ ആ സംസ്ഥാന സർക്കാർ എന്താ ചെയ്തത്? ആ സമരത്തെ അവർ അഡ്രസ്സ് ചെയ്തു. ഇവിടെ കേരളത്തിലോ അഡ്രസ്സ് ചെയ്യില്ല എന്ന് മാത്രമല്ല, ചർച്ചയില്ല എന്ന് മാത്രമല്ല, ഡൽഹിയിലെ കർഷക സമരക്കാരെ BJP നേരിടുന്നത് പോലെ പച്ചപ്പാതിരാക്കി കേരള പോലീസിനെ പറഞ്ഞയച്ച് മഴ നനയാതിരിക്കാൻ അവർ വലിച്ചു കെട്ടിയ പ്ലാസ്റ്റിക് പടത അഴിച്ചു മാറ്റിയിട്ട് സംസ്ഥാന നിയമസഭയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ പറയുന്നുണ്ടല്ലോ, സ്മൃതി, ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കുറെ പണം കിട്ടാൻ. ശരിയാണ്, ബ്രാൻഡിങ്ങിന്റെ പേരിൽ 2023-24 കേരളത്തിന് നൽകേണ്ട പണം കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടില്ല, മുണ്ടക്കൈ വിഷയത്തിൽ നൽകിയിട്ടില്ല. പക്ഷേ പ്രശ്നം അവിടെ ഉണ്ടെന്നേ. ഇവിടുത്തെ പ്രശ്നം ഈ കഴിഞ്ഞ വർഷത്തെ കണക്ക് എന്താ പറയാത്തത്? കഴിഞ്ഞ വർഷം ഈ പറയുന്ന കുടിശ്ശിക കിട്ടാനുണ്ടോ? ഇല്ലല്ലോ. 100 കോടി മറ്റാണ് ഇനി ബാക്കിയുള്ളതാണ് കേരളം തന്നെ പറയുന്നത്. ആ 100 കോടി നേരെ ആശാ വർക്കർമാർക്ക് കൊടുക്കാനുള്ളതാണോ? അങ്ങനെ ഹെഡ് തിരിച്ചിട്ടാണോ? 6 പൂളായിട്ടാണ് ഇതിന്റെ പണം ലഭിക്കുന്നത്. അതിലെവിടെയും ആശാ വർക്കർമാർക്ക് വേർതിരിച്ചത് പറയുന്നില്ല. ലഭിക്കുന്ന പണത്തിൽ നിന്ന് ആദ്യം പരിഗണിക്കേണ്ടത് ആരെയാണ്, സ്മൃതി? ഇവരെയല്ലേ? അപ്പൊ സ്മൃതി, ഷിബു മീരാൻ, ഇപ്പോൾ നഡ്ഡ ഇപ്പോൾ നൽകിയിരിക്കുന്ന രേഖയിൽ ആശാ വർക്കർമാരുടെ വിഹിതമായിട്ട് തന്നെയാണ് അതിൽ പറയുന്നത്. നമുക്ക് കിട്ടുന്ന കണക്കനുസരിച്ച് ഇത് 6 പൂളാണ്. ഈ ആശാ വർക്കർമാർക്ക് ഇനം തിരിച്ചു കൊടുക്കുന്നതായി നമ്മുടെ ശ്രദ്ധയിൽ എവിടെയില്ല. ഇനി അങ്ങനെ ഒരു കണക്ക് പറഞ്ഞ് നമുക്കത് പരിശോധിക്കാം, അതിൽ നമുക്ക് പ്രയാസമില്ല. പക്ഷെ അപ്പോഴും ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ അവിടെ നിൽക്കല്ലേ. കർണാടകയിലെ സമരം അവിടുത്തെ സംസ്ഥാന സർക്കാരല്ലേ അഡ്രസ് ചെയ്തത്? നേരത്തെ ആന്ധ്രാപ്രദേശിൽ സമരം നടത്തിയല്ലോ, അവിടുത്തെ സംസ്ഥാന സർക്കാരല്ലേ അത് അഡ്രസ് ചെയ്തത്? വിവിധയിടങ്ങളിൽ CPI അടക്കം ചർച്ച, CITU അടക്കം സമരം നടത്തിയിട്ടുള്ളത് ആണെന്ന് അത് അഡ്രസ് ചെയ്ത് സംസ്ഥാന സർക്കാരാണല്ലോ. അപ്പൊ ഇവിടെ അങ്ങനെ സംഭവിക്കേണ്ട അത് ഉണ്ടാവുന്നില്ലല്ലോ. അതാ ഞാൻ പറയുന്നത്. ഇനി ഇവരുടെ കണക്ക്, ഞാനൊരു കാര്യം ഒറ്റ ഒരു സെക്കൻഡ് കൂടി, സ്മൃതി,
ഞാൻ സ്മൃതിക്ക് 2 വീഡിയോ ഷെയർ ചെയ്യാം. ഇപ്പോൾ 6 ദിവസം മുമ്പ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവർ നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഒരു വീഡിയോ അവരുടെ തന്നെ ഫേസ്ബുക്ക് വാളിൽ ഇട്ടിട്ടുണ്ട്. അതിന് മറ്റ് സംസ്ഥാനങ്ങളിൽ സിക്കിമിന്റെ ഒക്കെ വിഷയത്തിൽ തർക്കം ഉണ്ടായപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്ന ആശാവർക്കർമാരുടെ സാലറി അവർ എഴുതി റെഡിയാക്കി വായിക്കുകയാണ്. അതിന്റെ 4ാമത്തെ സെക്കൻഡിൽ അവർ ആന്ധ്രാപ്രദേശ് വായിക്കുന്നത് 1000 രൂപ എന്നാണ്. സ്മൃതി, ഈ ആന്ധ്ര നേരത്തെ തന്നെ അവർക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ച് ഏതാണ്ട് 10,000-ന് അടുത്ത് ഓണറേറിയം കൊടുക്കുന്ന, അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. കർണാടകയുടെ ഇവർ വായിക്കുന്നത് 5000 രൂപ എന്നാണ് 6 ദിവസം മുൻപ്. പക്ഷെ ജനുവരിയിൽ അവരത് 10,000 ഉയർത്തി. മാത്രമല്ല അവിടെ പെയ്ഡ് ലീവ് കൊടുക്കുകയാണ് ഇവർക്ക് അസുഖം വന്നാൽ. തീർന്നില്ല, മാസത്തിൽ അവർക്ക് അവകാശം എന്ന കണക്ക് 1-2 ലീവുകൾ അനുവദിക്കാണ്. പശ്ചിമ ബംഗാൾ ഇവർക്ക് വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ്. ഈ ആശാ വർക്കർമാരെ പൊന്നുപോലെ നോക്കുന്ന സംസ്ഥാനം സ്മൃതി കേരളമല്ല. നമ്മൾ മറ്റു പല സംസ്ഥാനങ്ങളുടെയും പിറകിലാണ്. അങ്ങനെയുള്ള നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഈ സമരക്കാരോട് ഈ കേട്ടാൽ പെരുക്കുന്ന കണക്കുകൾ പറഞ്ഞതുകൊണ്ടായില്ല. ഇവർക്ക് അർഹതപ്പെട്ടത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ അതിനാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ, കേരളത്തെ MP-മാർ അതിന് ഉറച്ച പിന്തുണ നൽകുന്നവരാണ്. ഇനി അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരാളെ നമ്മൾ ഡൽഹിയിൽ നിയോഗിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ പുറത്തു വന്ന് പറഞ്ഞ മറുപടിയാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ മറുപടിയിൽ വ്യക്തമാണ്, ഇവരുടെ സമരത്തെ ഞങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്നില്ല, അഡ്രസ് ചെയ്യാൻ പോകുന്നില്ല. മുഖ്യമന്ത്രിയാണ് ഇതിനെക്കുറിച്ച് 30 ദിവസമായിട്ട് വാ തുറന്നിട്ടേ ഇല്ല. ഇനി ഞാൻ ആ വീഡിയോ പിന്നെ സ്മൃതിക്ക് ഷെയർ ചെയ്തു. ഇനി ചോദ്യങ്ങളിൽ ചോദിക്കാം സ്മൃതി. Debate with Smriti Parithikar.